ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബ്ലം അതുപോലെ തന്നെ സീഡ് എന്ന് പറയുന്ന രണ്ട് എയർ ഡ്രോപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൂടാതെ മറ്റ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത എയർ ഡ്രോപ്പുകളുടെ ചില അപ്ഡേഷനും നിങ്ങൾക്ക് തരുന്നുണ്ട്. ആദ്യം തന്നെ ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ ടോക്കൺസ് നമ്മൾ ബൈനാൻസ് ലിങ്ക് ചെയ്ത ആളുകൾക്ക് ബൈനാൻസിലേക്ക് വന്നിട്ടുണ്ട്. കുറച്ച് ഇപ്പോൾ 3-4 ദിവസമായി വന്നിട്ട് ഇപ്പോൾ റേറ്റ് കുറച്ച് കുറവാണ്. എനിക്ക് കിട്ടിയ ദിവസം ഏകദേശം $35 മേലെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഏകദേശം $22 ആയിട്ടുണ്ട്. അത് കുറച്ച് ദിവസം ഞാൻ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. എയർ ഡ്രോപ്പ് ഒന്നും പെട്ടെന്ന് വിൽക്കാതെ തന്നെ കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ട് വിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രോജക്റ്റിൻ്റെയൊക്കെ ബേസ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ റേറ്റ് നല്ല രീതിയിൽ വ്യത്യാസപ്പെടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതുപോലെ തന്നെ നമുക്ക് കിട്ടിയ ഹാംസ്റ്റർ കോമ്പാറ്റ് ഏകദേശം 7 ദിവസം ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത്യാവശ്യം നല്ല ഒരു പ്രോഫിറ്റ് ലഭിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ബൈനാൻസിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ ഇതുപോലെ ഷെയർ ചെയ്തപ്പോഴാണ് ഞാൻ അത് ശ്രദ്ധിച്ചത്. ഇതിനു മുമ്പ് അതിൻ്റെ ആഡൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ അത് ചെയ്തില്ല. എന്നാൽ ഇപ്പോൾ ഞാൻ അത് ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഹാംസ്റ്റർ കോമ്പാറ്റ് ബാലൻസ് ബൈനാൻസിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഏകദേശം 7 ദിവസം നിങ്ങൾ ലോക്കിംഗ് പീരീഡിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ചെറിയൊരു എമൗണ്ട് കൂടി നമുക്ക് കിട്ടും. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് താഴെ വാലറ്റ് ഓപ്ഷനിൽ പോവുക. എന്നിട്ട് ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം ഏറ്റവും മുകളിൽ. അതിൽ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ഏൺ ഓപ്ഷൻ വരും. ഇതിൽ നമ്മുടെ കയ്യിലുള്ള ടോക്കൺസ് എല്ലാം ലോക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. കുറച്ച് ദിവസം, ചിലത് 5 മാസം, ചിലത് 1 മാസമൊക്കെ ലോക്കിംഗ് പീരീഡ്. അതിനുള്ളിൽ നമ്മളുടെ ടോട്ടൽ എമൗണ്ടിൻ്റെ ഇത്ര % APR ആയിട്ട് കിട്ടും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പോൾ വരുന്നത് ഹാംസ്റ്റർ കോമ്പാറ്റ് ആണ്. ഹാംസ്റ്ററിൻ്റെ ടോക്കൺസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ ലോക്ക് ചെയ്യുമ്പോൾ 2.something% ആയിരുന്നു. അതായത് ഒരു 100 ടോക്കൺ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 7 ദിവസം ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ നമുക്ക് ഒരു 2%, അതായത് 2 ടോക്കൺ ആയിരിക്കും കിട്ടുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ഓഫർ വെച്ചിട്ട് 300%, ഏകദേശം ഇപ്പോൾ 6 ടോക്കണോളം എക്സ്ട്രാ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ 1000 ടോക്കണുള്ള ആളുകൾക്ക് 20 ടോക്കണിന് പകരം എക്സ്ട്രാ ഒരു 40 ടോക്കൺ, അതായത് 60 ടോക്കണോളം നിങ്ങൾക്ക് വീണ്ടും ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്കീം ഇതിൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പോൾ ഹാംസ്റ്ററിൻ്റെ ആ ഒരു സെക്ഷനിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ 7 day 300% എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ 7 day 300%ൽ പ്രസ് ചെയ്തിട്ട് മാക്സിമം നമ്പർ കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ മാത്രം ഞാൻ എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതുള്ളത്. ഓക്കെ, നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മാക്സിമം എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പറിൽ പ്രസ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ബാലൻസ് അനുസരിച്ച് താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് ലോക്കിംഗ് പീരീഡ് കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കിട്ടുന്നത് 206.9 ഹാംസ്റ്റർ ടോക്കൺസ് എക്സ്ട്രാ ലഭിക്കും. അതായത് സാധാരണ കിട്ടുന്നതിനേക്കാൾ ഏകദേശം ഒരു 300% കൂടുതലായിരിക്കും സൂപ്പർ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ കിട്ടുന്നത്. എന്നിട്ട് നിങ്ങൾ സ്ക്രോൾ ഡൗൺ ചെയ്തിട്ട് ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്ത് കൺഫേം കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ്, ഇൻട്രസ്റ്റ് എൻഡ് ഡേറ്റ് എല്ലാം ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഇന്ന് നിങ്ങൾ എത്ര ദിവസം ഈ ഒരു ഓഫർ ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏകദേശം 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഇത് ഏൺ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ കൺഫേം കൊടുക്കുക. അപ്പോൾ ഇത്രയും ടോക്കൺസ് ആണ് ഞാൻ കംപ്ലീറ്റ് ടോക്കൺസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് 7 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. ബിനാൻസ് ഏൺ എന്നാണ് ഈ ഒരു ഓപ്ഷൻ്റെ പേര്. അപ്പോൾ ഏൺ എന്ന് പറയുന്ന സെക്ഷനിൽ ചെന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കും. അപ്പോഴെന്തായാലും ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇന്നത്തെ എയർ ഡ്രോപ്സിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ബ്ലം എന്ന് പറയുന്ന ഒരു എയർ ഡ്രോപ്പാണ്. അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റാണ്, വലിയൊരു കമ്മ്യൂണിറ്റി ഉള്ളൊരു പ്രോജക്റ്റാണിത്. ഇതിൽ ഫാമിംഗ് എന്ന് പറയുന്ന ബട്ടൺ ഇപ്പോൾ എൻ്റെ ഓണാണത്. അത് ഇടയ്ക്ക് ചെന്നിട്ട് ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ കൂടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ടോക്കൺസ് നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ഏൺ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ വളരെ സിമ്പിളായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ടോക്കൺസ് നമുക്ക് ഏൺ ചെയ്യാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഈ ന്യൂ എന്ന് പറയുന്ന സെക്ഷനിൽ താഴെ കാണുന്നത് യൂട്യൂബ് വീഡിയോസ് ആണ്. ഇപ്പോൾ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒക്കെ നമ്മൾ ചെയ്തപ്പോൾ ഉള്ള പോലെ യൂട്യൂബ് വീഡിയോ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിലൊരു കോഡ് ഉണ്ടാകും, അതിവിടെ ടൈപ്പ് ചെയ്യുക. അതിനുവേണ്ടി വീഡിയോ ഒന്നും നിങ്ങൾ കാണണ്ട, ഞാൻ ഈ കാണിക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് ചെയ്താൽ മതി. ഇപ്പോൾ വാട്ട് ആർ AMMS എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നിട്ട് അതിലാകെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതുപോലുള്ള വീഡിയോയിൽ സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്പോൾ യൂട്യൂബ് വീഡിയോ ഓപ്പൺ ആവും. ഇതുപോലെ ഓപ്പൺ ആയിട്ടുണ്ടാവും യൂട്യൂബ് വീഡിയോ. ഇപ്പോൾ അവർ വെരിഫൈ എന്ന് പറഞ്ഞിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ടാവും. അതിൽ പ്രസ് ചെയ്യുമ്പോൾ കീവേഡ് ചോദിക്കും. ഇതിൽ കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും ആളുകൾ. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കീവേഡ്സ് സൂപ്പർ ബ്ലം എന്ന് പറഞ്ഞിട്ട്, അതായിരിക്കും കീവേഡ്. എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഇവിടെ വന്നിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ വെരിഫൈ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം ആ ക്ലെയിം ബട്ടൺ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ടോക്കൺ 250 BP നമുക്ക്
പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഡെയിലി വരുന്ന വീഡിയോസ് എല്ലാം ഇതുപോലെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓൺ ചെയിൻ എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ ഉണ്ട്. ഇതിൽ കണക്ട് ടോൺ വാലറ്റ്, അതായത് നമ്മൾ ഈ വാലറ്റ് കണക്ട് ചെയ്യണം, എയർ ഡ്രോപ്പ് നമുക്ക് ലഭിക്കേണ്ട വാലറ്റ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ മിക്ക എയർ ഡ്രോപ്പും കണക്ട് ചെയ്യുന്നത് മൈ ടോൺ വാലറ്റിലാണ്. അത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം കണക്ട്. ഓക്കെ അത് കണക്റ്റ് ആയിട്ടുണ്ടാവും. ഇനി മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട്, ഇതുവരെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ഫോളോ ചെയ്യുക. ഇതിനനുസരിച്ച് നമുക്ക് ടോക്കൺസ് ലഭിക്കും. ഓക്കെ, ക്ലെയിം കൊടുക്കുക. സാധാരണ എയർ ഡ്രോപ്പിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ മാക്സിമം ഇതിലെല്ലാം ജോയിൻ ചെയ്ത് വെക്കുക. പിന്നെയുള്ളത് അക്കാഡമി എന്ന് പറയുന്നൊരു സെക്ഷൻ. ഇതും കംപ്ലീറ്റ് വീഡിയോസാണ്, യൂട്യൂബ് വീഡിയോസാണ്. ഇതിൽ മിക്കതിലും ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു കീവേഡ് ചോദിക്കും. അത് ആ വീഡിയോയുടെ താഴെ കമൻറ്റിലുണ്ടാവും. ആ കമൻറ്റ് സെക്ഷനിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതിനനുസരിച്ച് ജസ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ക്ലെയിം ചെയ്തെടുക്കുക. മാക്സിമം ടോക്കൺസ് ഇതുപോലെ നമുക്ക് ക്ലെയിം ചെയ്യും. ഇത് അത്യാവശ്യം നല്ലൊരു പ്രോജക്റ്റാണ്. മിക്ക ടെലഗ്രാം ഗ്രൂപ്പിൽ വന്ന ഒരു പ്രോജക്റ്റ് കൂടിയാണ്. പിന്നീടുള്ളത് നമ്മൾ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇപ്പോൾ 10 ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 200 BB പോയിൻറ്റ്സ് നമുക്ക് എക്സ്ട്രാ ലഭിക്കും. അതിൻ്റെ ഓപ്ഷനാണിത്. പിന്നീടുള്ളത് ഫാമിംഗ് ആണ്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്ത് പറഞ്ഞു തരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ ആരെങ്കിലും ഇപ്പോൾ റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്തിട്ട് ഇൻവൈറ്റ് ചെയ്യുക, കോപ്പി ചെയ്തെടുക്കുക ലിങ്ക്, അല്ലെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ഫ്രണ്ട്സിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗെറ്റ് ഒരു റെഡ് പ്ലേ പാസ് ഫോർ ഈച്ച് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു കാർഡ് കിട്ടും. അതും തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഞാൻ കാണിച്ചു തരാം. പിന്നെ ലാസ്റ്റ് ഉള്ളത് വാലറ്റാണ്. വാലറ്റ് നമ്മളിപ്പോൾ ഓൾറെഡി കണക്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇപ്പോൾ ഓൾറെഡി വാലറ്റിൽ $15 ഉണ്ട്. അത് ഡോഗ്സ് ടോക്കൺ എയർ ഡ്രോപ്പിൽ നിന്ന് കിട്ടിയതാണ്. അതിൻ്റെ ബാലൻസ് ഇവിടെ നമുക്കിപ്പോൾ കാണിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാം താഴെ ഡോഗ്സ് എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്തിട്ടില്ല, യൂട്യൂബ് വീഡിയോസിൽ ഷെയർ ചെയ്തിട്ടില്ല, മറിച്ച് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലാണ് ഷെയർ ചെയ്തത്. പക്ഷേ അത് ജെന്യുവിൻ ആയിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ആയിരുന്നു. ഞാൻ അധികമൊന്നും അതിൽ വർക്കൊന്നും ചെയ്തില്ല. എന്തായാലും എയർ ഡ്രോപ്പ് വന്നിട്ടുണ്ട്. ഇനി ഇതിലൊരു ഗെയിം ഉണ്ട്, ഇപ്പോൾ ഡ്രോപ്പ് ഗെയിം എന്ന് പറഞ്ഞിട്ട്. ഈ സ്റ്റാർ പോലെ കാണുന്ന ഈ ഒരു ഐക്കൺ താഴെ വീഴുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് അത് കട്ട് ചെയ്തെടുക്കുക. ഓരോ പ്രാവശ്യം കളിക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ടോക്കൺസ് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഓരോ പ്രാവശ്യം കളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഡെയിലി 3 റെഡ് കാർഡ്സ് കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് കളിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനെയൊക്കെ റെഫർ ചെയ്യുന്നതനുസരിച്ച് ഓരോ കാർഡുകൾ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗെയിം കളിക്കാം. ഫ്രീ ടൈം ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കളിച്ചാൽ മതി. ആ ഒരു ടോക്കൺസ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ടൈം വന്നിട്ടില്ല, അത് ഈ അടുത്ത് തന്നെ വരും. എന്തായാലും നല്ലൊരു പ്രോജക്റ്റാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കാണിക്കുന്ന എല്ലാ എയർ ഡ്രോപ്പൊന്നും വർക്കൗട്ട് ആവണമെന്നില്ല. എന്നിരുന്നാലും ഒരു 5 എണ്ണം കാണിക്കുമ്പോൾ 3 or 4 മാക്സിമം അതിൽ റെഡി ആവുന്നുണ്ട്. മിക്ക എയർ ഡ്രോപ്പുകളും ഇപ്പോൾ നമുക്ക് ലിങ്ക് ചെയ്ത ആ വാലറ്റിലേക്ക് എയർ ഡ്രോപ്പ് വരുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഇതുപോലുള്ള എയർ ഡ്രോപ്പുകൾ മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. ടെലഗ്രാം ബേസ്ഡ് എയർ ഡ്രോപ്പ് എല്ലാം മിക്കതും വർക്കിംഗ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ ഗെയിം എങ്ങനെ കളിക്കുന്നത് കാണിച്ചു തരാം. ഓരോ ദിവസവും നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഡ്രോപ്പ് ഗെയിം എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ കാണാൻ സാധിക്കും. അവിടെ ഒരു റെഡ് കാർഡ് കാണാം, അതിൽ 5 എന്ന് എഴുതിയിരിക്കുന്നത്. അതായത് 5 കാർഡ് ഇപ്പോൾ എനിക്ക് അവൈലബിൾ ആണ് കളിക്കാനായിട്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലേ ചെയ്യുക. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് ഓരോ ഫ്ലവേഴ്സ് കട്ട് ചെയ്ത് കളയുക. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കളി. അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് മുകളിൽ ലഭിക്കും. ഓക്കെ, അപ്പോൾ ഇതുപോലെ കളിക്കാം. അതുപോലെ തന്നെ സ്റ്റാർട്ട് ഫാമിംഗ് എന്നൊരു ചെറിയ ബട്ടൺ താഴെ കാണാം. അത് നിങ്ങളെപ്പോഴും സ്റ്റോപ്പ് ആകുമ്പോൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ ടോക്കൺസ് ഓട്ടോമാറ്റിക് ഫാം ആവുള്ളൂ. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് സീഡ്സ് എന്നാണ് പേര്. ഇത് ജസ്റ്റ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ക്ലെയിം ചെയ്യണം. ഈ ടൈമർ തീരുമ്പോൾ ക്ലെയിം ചെയ്യണം. അപ്പോൾ നമ്മൾ ചെയ്ത എല്ലാ എയർ ഡ്രോപ്പിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഡേറ്റ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ഡേറ്റ് ഒക്കെ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് നടക്കുന്നത്. ഇതിൻ്റെ നവംബറിലാണ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് നടക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ചെയ്യാം. ഇതിടയ്ക്ക് നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ട് ഈ സീഡിംഗ് പൊസിഷനിൽ ക്ലെയിം ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വളരെ സിമ്പിൾ ഓപ്ഷൻസ് ആണ്, ഏർണിംഗ് ഓപ്ഷൻസും മറ്റു കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. മറ്റുള്ള ഇതിലെല്ലാം ചെയ്തതുപോലെ ഇൻവൈറ്റ് ഫ്രണ്ട്സ്, അതുപോലെ തന്നെ ഫോളോ, എക്സിൽ ഫോളോ ചെയ്യുക, ടെലഗ്രാമിൽ പോസ്റ്റ് ഇടുക, മുതലായ സംഭവങ്ങളാണ് ഇതിലുള്ളത്. അപ്പോൾ അതെല്ലാം മാക്സിമം നിങ്ങളെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. എന്നാൽ മാത്രമേ മാക്സിമം ടോക്കൺസ് നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇതെല്ലാം ഞാൻ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുള്ള കുറേ ടാസ്കുകളാണ് ഇവിടെ ഉള്ളത്. ഏറ്റവും മുകളിൽ ബൂസ്റ്റ് സീഡ്സ് എന്ന് പറയുന്ന സെക്ഷൻ നിങ്ങൾക്ക് കാണാം. ഇത് നമ്മളൊന്ന് വെരിഫൈ ചെയ്യണം നമ്മളുടെ അക്കൗണ്ട്. അതായത് ടോൺ റിലേറ്റഡ് വാലറ്റ്, നിങ്ങൾ ഏത് വാലറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിവിടെ ലിങ്ക് ചെയ്ത് വെരിഫൈ ചെയ്യുകയാണെങ്കിൽ ഒരു 10 ടോക്കൺസ് നമുക്ക് ലഭിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ഐക്കണിൽ പ്രസ് ചെയ്യുക. ഞാനിപ്പോൾ മൈ ടോൺ വാലറ്റാണ് കൊടുക്കുന്നത്. ഇതിൽ കണക്ട് ചെയ്യണം നമ്മളത്. ഇപ്പോൾ താഴെ കാണുന്ന ഈ ടോക്കൺസിലെല്ലാം കണക്ട് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ടെലഗ്രാം വാലറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ കണക്ട് ചെയ്യാം. ഞാനിപ്പോൾ ടോൺ കീപ്പറാണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. ജസ്റ്റ് കണക്ട് കൊടുക്കുക. ഓക്കെ, കണക്റ്റ് ആയിട്ടുണ്ടത്. അതിനുശേഷം ഇവിടെ ഒരു കൺഫേം ബട്ടൺ വരും, അതിലൊന്ന് പ്രസ് ചെയ്യുക.
അതുപോലെ തന്നെ ഡെയിലി ടാസ്കുകളുണ്ട്. ഡെയിലി ഒന്ന് ലോഗിൻ ചെയ്യുന്നതിലൂടെ ചെറിയ ടോക്കൺസ് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ തന്നെ ഇൻവിറ്റേഷൻ കോഡിലൂടെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ 2 ടോക്കൺസ് ഇൻസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ എയർ ഡ്രോപ്പ് ഇതിൻ്റെ ലിസ്റ്റിംഗ് ഡേറ്റ് പറയുന്നത് നവംബറാണ്. ബാക്കിയുള്ള വിഡ്രോവൽ പ്രോസസ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല, അതെല്ലാം വരും ദിവസങ്ങളിൽ ഓപ്പൺ ആവും. ഓൺ ചെയിൻ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞൊരു ലാസ്റ്റ് ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. അത് നമ്മുടെ ടെലഗ്രാമിലേക്ക് ഡയറക്റ്റ് വിഡ്രോ ചെയ്യാനുള്ള ഓപ്ഷൻ, പക്ഷേ അതും ഓപ്പൺ ആയിട്ടില്ല, അതെല്ലാം വരും ദിവസങ്ങളിൽ അപ്ഡേറ്റ് ആവുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ നിങ്ങൾ ചെയ്തു വെക്കുക. ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഇപ്പോൾ ഇത് സീഡിങ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടാനും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ബൂസ്റ്റ് എന്ന് പറഞ്ഞ സെക്ഷനിൽ അവിടെ പോയിട്ട് നമുക്ക് ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാം, ഓരോ ലെവലിൽ അപ്ഗ്രേഡ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഏകദേശം 6 hours ആകുമ്പോഴാണ് ക്ലെയിം ചെയ്യുന്നത്. ഒന്നുകൂടി അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 hours ക്ലെയിം ചെയ്യാൻ സാധിക്കും. അതിന് അപ്ഗ്രേഡ് എന്ന ബട്ടണിൽ പ്രസ് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ കാണാം 2 ടോക്കൺസ് അതിൽ നിന്ന് നമ്മളെ മെയിൻ ടോക്കണിൽ നിന്ന് ഡിഡക്റ്റ് ആവും, പക്ഷേ സ്പീഡ് കൂടും. അതുപോലെ തന്നെ ഈ സീഡിങ് സ്പീഡ് കൂടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അപ്ഗ്രേഡ്. ഇതിൽ ഇപ്പോൾ ലെവൽ 3 ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്പീഡ്, ലെവൽ 4 ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി സ്പീഡ് കൂടും, പക്ഷേ 4 ടോക്കൺസ് നമ്മളുടെ മെയിൻ എമൗണ്ടിൽ നിന്ന് ഡിഡക്റ്റ് ആകും. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ സിമ്പിളായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്യാം. ഇതിൻ്റെ ടാസ്കുകളെല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. എന്നിരുന്നാലും മാക്സിമം ഇതുപോലെ കിട്ടുന്ന എയർ ഡ്രോപ്പ് മാക്സിമം കളക്ട് ചെയ്ത് വെക്കുക. കിട്ടുന്ന എയർ ഡ്രോപ്പ് എല്ലാം നമ്മുടെ വാലറ്റിൽ സൂക്ഷിച്ച് വെക്കുക. അത്യാവശ്യം നല്ല റേറ്റ് ഒക്കെ കൂടുമ്പോൾ വിൽപ്പന നടത്താൻ ശ്രദ്ധിക്കുക. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമ്മൾ ചെയ്ത എല്ലാ എയർ ഡ്രോപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്യുന്നുണ്ട്. ഇതുവരെ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.